ഇനി പ്രവാസ ലോകത്തെ വാർത്തകൾ. ഇന്ധനവിലയിലുണ്ടായ കുതിച്ചുചാട്ടവും പശ്ചിമേഷ്യൻ സംഘർഷവും കാരണം ആഗോളതലത്തിൽ വിമാന ടിക്കറ്റ് നിരക്കുകൾ 10% വരെ വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട്. എന്നാൽ ഗൾഫ് മേഖലയിലെ വിമാന കമ്പനികൾക്ക് അവരുടെ പക്കലുള്ള വൻ സാമ്പത്തിക ശേഖരം ഉപയോഗിച്ച് ഈ പ്രതിസന്ധിയെ ഒരു പരിധിവരെ അതിജീവിക്കാൻ കഴിയുമെന്ന് ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് പുറത്തിറക്കിയ പഠനത്തിൽ പറയുന്നു. ദീർഘദൂര യാത്രകളെയാണ് ഈ വിലവർദ്ധനവ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ പ്രവർത്തന ചെലവ് മറികടക്കാൻ എയർലൈനുകൾ ഇതിനകം തന്നെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുകയോ ഫ്യുവൽ സർചാർജ് ഏർപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട്. യുദ്ധം നീളുന്നത് അടിസ്ഥാന ടിക്കറ്റ് നിരക്കിൽ 5 മുതൽ 10% വരെ വർധനവിന് കാരണമാകുമെന്നാണ് റിപ്പോർട്ട്. വിമാന കമ്പനികളുടെ പ്രവർത്തന ചെലവിന്റെ 25 മുതൽ 35% വരെ ഇന്ധനത്തിനായാണ് ചെലവാക്കുന്നത്. ചില ബജറ്റ് വിമാന കമ്പനികളിൽ ഇത് 60% വരെയാണ്. അതേസമയം എമിറേറ്റ്സ്, ഖത്തർ എയർവേസ്, ഇത്തിഹാദ് തുടങ്ങിയ ഗൾഫ് വിമാന കമ്പനികൾ നിലവിൽ സാമ്പത്തികമായി മികച്ച നിലയിലാണെന്ന് ഓക്സ്ഫോർഡ് ഇക്കണോമിക്സിന്റെ പഠനം ചൂണ്ടിക്കാട്ടുന്നു. 2025 സെപ്റ്റംബർ 30 കണക്കനുസരിച്ച് എമിറേറ്റ്സ് ഗ്രൂപ്പിന്റെ കൈവശം 5600 കോടി ദിർഹത്തിന്റെ റെക്കോർഡ് കരുതൽ ധനമുണ്ട്. ഈ സാമ്പത്തിക ഭദ്രത ചെറിയ കാലയളവിലേക്കെങ്കിലും ഉയർന്ന ഇന്ധന ചെലവ് സഹിച്ചു മുന്നോട്ടു പോകാൻ കമ്പനികളെ സഹായിക്കും. സംഘർഷത്തെ തുടർന്ന് 2026 മിഡിൽ ഈസ്റ്റിലെ വിമാനയാത്രക്കാരുടെ ആവശ്യകതയിൽ 41% ഇടിവ് ഉണ്ടായേക്കാമെന്നും പഠനം മുന്നറിയിപ്പ് നൽകുന്നു. ദീർഘദൂര യാത്രക്കാരെയും ട്രാൻസിറ്റ് യാത്രക്കാരെയും അമിതമായി ആശ്രയിക്കുന്നതിനാൽ ഗൾഫ് എയർലൈനുകളെ ഇത് ബാധിച്ചേക്കാം. എങ്കിലും 2026 രണ്ടാം പകുതിയോടെ വിമാന സർവീസുകൾ സാധാരണ നിലയിലാകുമെന്നാണ് ഓക്സ്ഫോർഡ് ഇക്കണോമിക്സിന്റെ പ്രവചനം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പ്രവാസികൾക്ക് ആശ്വാസമായി കേരളത്തിലേക്ക് സർവീസുകൾ വർദ്ധിപ്പിച്ച് ഒമാൻ എയർ. കോഴിക്കോട്ടേക്കുള്ള സർവീസുകൾ ആഴ്ചയിൽ 6 നിന്ന് 10 ഉയർത്തും. ഏപ്രിൽ 21 മുതൽ കോഴിക്കോട്ടേക്കുള്ള സർവീസുകൾ ആഴ്ചയിൽ 6 നിന്ന് 10 ഉയർത്തുമെന്ന് ഒമാൻ എയർ അറിയിച്ചിട്ടുണ്ട്. മസ്കറ്റ് കോഴിക്കോട് റൂട്ടിൽ ഒമാൻ എയർ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ 2 സർവീസുകൾ വീതവും ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ഓരോ സർവീസുകളും നടത്തും. നിലവിൽ മസ്കറ്റിനും കോഴിക്കോടിനുമിടയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് താൽക്കാലികമായി സർവീസ് നിർത്തിവെച്ചതിനാൽ ഒമാൻ എയറിന്റെ അധിക സർവീസുകൾ പ്രവാസികൾക്ക് ഏറെ ഗുണം ചെയ്യും. മുംബൈ, ധാക്ക എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളുടെ എണ്ണത്തിലും വർധനവുണ്ടാകും. ഈ വർഷം നെറ്റ്വർക്ക് കൂടുതൽ വ്യാപിപ്പിക്കാനാണ് ഒമാൻ എയർ ലക്ഷ്യമിടുന്നത്. വേനൽക്കാല ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി സിംഗപ്പൂർ, താഷ്കന്റ്, സോച്ചി സർവീസുകൾ നടത്തും. സലാലയിൽ നിന്ന് ദുബായിലേക്കും സർവീസ് നടത്തും. 2026 രണ്ടാം പാദം മുതൽ വിമാനത്തിനുള്ളിലെ ഇന്റർനെറ്റ് സൗകര്യം, പുതിയ ക്യാബിൻ ക്രമീകരണങ്ങൾ, ലോയൽറ്റി പ്രോഗ്രാമിലെ മാറ്റങ്ങൾ തുടങ്ങിയവയും ഒമാൻ എയർ നടപ്പിലാക്കും. ദുബായിലേക്ക് പ്രതിദിന സർവീസ് പുനരാരംഭിക്കും. ഖസബിലേക്ക് ആഴ്ചയിൽ 4 സർവീസുകളും ബഹ്റൈനിലേക്ക് ആഴ്ചയിൽ 5 സർവീസുകളും നടത്തുമെന്നും റിയാദിലേക്ക് ഏപ്രിൽ 23 മുതൽ ആഴ്ചയിൽ 21 നിന്ന് 24 സർവീസുകളായി ഉയർത്തുമെന്നും ഒമാൻ എയർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ മദീനയിലേക്ക് എത്തിത്തുടങ്ങി. ആദ്യ ദിനം 30 വിമാനങ്ങളാണ് എത്തിയത്. തീർത്ഥാടകരുടെ എമിഗ്രേഷൻ നടപടികൾ നാട്ടിൽ നിന്ന് തന്നെ പൂർത്തിയാക്കുന്നതിനായി മക്ക റൂട്ട് പദ്ധതിയും ഇത്തവണ നടപ്പാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ, തുർക്കി, അഫ്ഗാനിസ്ഥാൻ, മലേഷ്യ, ഇന്ത്യ, ബംഗ്ലാദേശ്, തായ്ലാന്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നായി ഏകദേശം 30 വിമാനങ്ങളാണ് ആദ്യ ദിനം മദീനയിൽ എത്തിച്ചേർന്നത്. തീർത്ഥാടകരുടെ എമിഗ്രേഷൻ നടപടികൾ നാട്ടിൽ നിന്ന് തന്നെ പൂർത്തിയാക്കുന്നതിനായി മക്ക റൂട്ട് പദ്ധതിയും ഇത്തവണ നടപ്പാക്കിയിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ള സൗദി എയർലൈൻസിന്റെ വിമാനത്തിലാണ് മക്ക റൂട്ട് പദ്ധതി പ്രയോജനപ്പെടുത്തിയ ആദ്യ തീർത്ഥാടക സംഘം എത്തിയത്. സ്വന്തം രാജ്യത്തെ വിമാനത്താവളത്തിൽ വെച്ചു തന്നെ എമിഗ്രേഷൻ, ആരോഗ്യ പരിശോധനകൾ പൂർത്തിയാക്കുന്നതിനാൽ തീർത്ഥാടകർക്ക് ജിദ്ദയിൽ ഇറങ്ങിയ ഉടൻ തന്നെ പാസ്പോർട്ട് കൗണ്ടറുകളിൽ കാത്തുനിൽക്കാതെ നേരിട്ട് ബസ്സുകളിലേക്ക് കയറാൻ സാധിക്കുന്നുണ്ട്. തീർത്ഥാടകരുടെ ലഗേജുകൾ അത്യാധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങൾ വഴി നേരിട്ട് അവരുടെ താമസസ്ഥലങ്ങളിൽ എത്തിക്കും. ആഭ്യന്തരമന്ത്രിയും സുപ്രീം ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ സൗദിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ക്രമീകരണങ്ങൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.